പ്രിയ സുജനങ്ങളെ, സാദര നമസ്കാരം. രാജേഷ് നാദാപുരമാണ്. സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസം കണ്ട മനോഹരമായൊരു പോസ്റ്റർ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും തിരിച്ചെടുക്കാൻ കഴിയാത്ത 5 കാര്യങ്ങൾ. എറിഞ്ഞു കഴിഞ്ഞ കല്ല്, നമ്മൾ പറയാറുണ്ട് കൈവിട്ട ആയുധം എന്ന് പറയും. പറഞ്ഞു കഴിഞ്ഞ വാക്ക്, വാവിട്ട വാക്കും കൈവിട്ട ആയുധവും. മൂന്നാമത് നഷ്ടപ്പെടുത്തി കളഞ്ഞ അവസരങ്ങൾ, കടന്നുപോയ സമയം, നഷ്ടപ്പെട്ട വിശ്വാസം. ഈ 5 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയില്ല. വാക്ക് വാണിയാണ്, വാണി സരസ്വതിയാണ്. വാക്കിന് ദൈവത്തെ സങ്കല്പിച്ചവരാണ് നമ്മൾ. അതുകൊണ്ട് വാക്ക് ഒരുപാട് ബന്ധുക്കളെ ഉണ്ടാക്കും, വാക്ക് ഒരുപാട് ശത്രുക്കളെ ഉണ്ടാക്കും. വാക്ക് ബന്ധത്തെ ഊട്ടിയുറപ്പിക്കും, വാക്ക് ബന്ധങ്ങളെ എന്നേക്കും അകറ്റിക്കളയും. നമുക്ക് ഏറെ പ്രിയപ്പെട്ട ഒരാൾ, നല്ല വാക്ക് പറയുന്ന, നല്ലത് കേൾക്കുവാൻ തയ്യാറാകുന്ന ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അതെപ്പോൾ നമുക്കൊരു ഊർജ്ജ സ്രോതസ്സാണ്. അങ്ങനെയുള്ള ഒരാൾക്കൊപ്പം ഒരു ബസ് സ്റ്റോപ്പിൽ നമ്മൾ ഇരിക്കുകയാണ്. അവിടെ കൊതുകുണ്ട്, മൂട്ടയുണ്ട്, വാഹനങ്ങളുടെ ശല്യമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ അതെല്ലാം സഹിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതിനെല്ലാം ആനന്ദമായിക്കൊണ്ട് നമ്മൾ മണിക്കൂറുകൾ അവിടെ ഇരുന്ന് സംസാരിക്കുവാൻ തയ്യാറാകും. അയാൾ കയറിപ്പോകാൻ പോകുന്ന, അല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്ന ആ വ്യക്തിയുടെ ബസ് വരരുതേ ഇപ്പോൾ എന്ന് നമ്മൾ പ്രാർത്ഥിക്കും. എന്നാൽ മനസ്സുകൾ അകന്നുപോയ, വാക്കുകൾ കൊണ്ട് ഒരുപാട് മുറിവേറ്റ 2 ആളുകളാണെങ്കിൽ, പഞ്ചനക്ഷത്ര ഹോട്ടലിൽ ഒരു മുറിയിലാണെങ്കിലും വാതിൽ തുറന്ന് ഓടുവാൻ നമ്മൾ പരിശ്രമിക്കും. അപ്പം വാവിട്ടു പോകുന്ന വാക്ക് നമുക്ക് വിനയായി തീരാതെ നോക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും കടമയാണെന്ന് നമ്മുടെ ആചാര്യ പരമ്പര നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് വാക്കുകളെ വിഴുങ്ങുക എന്ന് പറയുന്ന ഒരു പ്രയോഗമുണ്ട്. പറയുന്നതിന് തൊട്ടും ആലോചിക്കുക, ഇയാളോട് ഇപ്പോൾ ഇത് പറയേണ്ടതുണ്ടോ, ഈ അവസരത്തിൽ പറയേണ്ടതുണ്ടോ, ഈ കാലത്ത് അത് പ്രസക്തമാണോ, കഴിഞ്ഞുപോയ കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. ഇങ്ങനെ ഓരോന്നും ആലോചിച്ചിട്ട് വാക്കിനെ വിഴുങ്ങിക്കഴിഞ്ഞാൽ അതൊരു ശീലമായി തീരും. പിന്നീട് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ 100-ൽ-1 കുറഞ്ഞു കിട്ടും. പലപ്പോഴും നമ്മൾ ഒരാൾ പറയുമ്പോൾ ആ വാക്കിന് നമ്മൾ തുല്യമായ എതിർവാക്കുകൾ പറയുമ്പോഴാണ് നമ്മുടെ ജീവിതം ദുസ്സഹമായി തീരുന്നത്. അപ്പോൾ അവിടെയാണ് വാക്കിനെ വിഴുങ്ങുക. ആയുധം, വാവിട്ട വാക്ക് കൈവിട്ട ആയുധം. അപ്പോൾ ഇത് നമുക്ക് ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്ന് നാം മനസ്സിലാക്കണം. മൂന്നാമത്തേത് നഷ്ടപ്പെടുത്തി കളഞ്ഞ അവസരമാണ്. അവസരങ്ങൾ നമ്മളെ തേടി വരികയാണ്, അല്ലെങ്കിൽ അവസരങ്ങൾക്ക് മുന്നിൽ നമ്മൾ പെട്ടുപോകുമ്പോൾ ഈ അവസരങ്ങളെ ഉപയോഗിക്കുവാൻ കഴിയണം. നമ്മളൊക്കെ ജീവിതത്തിൽ ചിന്തിക്കുമ്പോൾ ഇപ്പോൾ ചിന്തിക്കുക, അയ്യോ എനിക്ക് അന്ന് അങ്ങനെ ചെയ്യാമായിരുന്നു. ഇത് പലപ്പോഴും വിദ്യാർത്ഥികളാണ് ചിന്തിക്കുക, എനിക്ക് അന്ന് നന്നായിട്ട് പഠിക്കാമായിരുന്നു, അന്ന് എനിക്കെന്ത് സുഖമായിരുന്നു. അങ്ങനെ കഴിഞ്ഞ ദിവസം ഞാനൊരു കോൺക്രീറ്റ് വർക്ക് ചെയ്യുന്ന ഒരാളെ കണ്ടു, സംസാരിച്ചു. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാൾ പറയുകയാണ്, മകൻ ഇപ്പോൾ SSLCക്ക് 5 വിഷയത്തിൽ A+ കിട്ടിയുള്ളൂ, അവൻ എവിടെയും കിട്ടുന്നില്ല, +1 എവിടെയും കിട്ടുന്നില്ല, സങ്കടങ്ങൾ ഇങ്ങനെ പറയുകയാണ്. എന്നിട്ട് അയാൾ പറയുകയാണ്, നമ്മളൊക്കെ പഠിക്കുന്ന സമയം അന്ന് അച്ഛനും അമ്മയൊക്കെ പറഞ്ഞ കാര്യം മനസ്സിലാക്കിയിരുന്നെങ്കിൽ എത്ര നന്നായേനെ എന്ന്. അപ്പോൾ അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു 40 വയസ്സ് കഴിഞ്ഞ ആളാണ്. 15 വയസ്സുള്ള തൻ്റെ കുഞ്ഞിൻ്റെ അവസ്ഥയിലൂടെയാണ് ഞാനും കടന്നുപോയത്. അന്ന് എനിക്ക് കിട്ടിയ ഒരു അവസരവും ഞാൻ ഉപയോഗിച്ചില്ലല്ലോ എന്ന് അയാൾ സങ്കടപ്പെടുകയാണ്. അപ്പം വാവിട്ട വാക്ക്, കൈവിട്ട ആയുധം, നഷ്ടപ്പെടുത്തി കളഞ്ഞ അവസരങ്ങൾ നമുക്കൊരിക്കലും തിരിച്ചു കിട്ടില്ല. കടന്നുപോയ സമയം, ഇന്നലകളെ കുറിച്ചോർത്ത് ദുഃഖിക്കുന്ന ധാരാളം ആളുകളെ നമ്മുടെ സമൂഹത്തിൽ കാണാം. ഒരു രക്ഷയുമില്ല. സമയത്തിന് വാല്യൂ ഉണ്ട്, പക്ഷെ അത് കഴിഞ്ഞു പോയാൽ അതിനെക്കുറിച്ചോർത്ത് സങ്കടപ്പെടുന്നതിൽ അർത്ഥമില്ല. 2025 ഇനി ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ തിരിച്ചു വരില്ല. 2025 മെയ് മാസവും നമ്മുടെ ജീവിതത്തിൽ തിരിച്ചു വരില്ല. ഇന്നലെ എന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ തിരിച്ചു വരാത്തതാണെന്ന് അറിയണം. അപ്പൊ ഇന്നിനെ സന്തോഷമാക്കണം, നാളെയും സന്തോഷമാക്കുവാൻ ആഗ്രഹിക്കണം, പ്രയത്നിക്കണം. അപ്പൊ ഇന്നിനെ സന്തോഷമാക്കണമെങ്കിൽ കഴിഞ്ഞുപോയ ഇന്നലെയെ കുറിച്ചോർത്ത് ദുഃഖിക്കുന്നില്ല എന്നതിൽ അർത്ഥമുണ്ടോ? ചിലത് നമ്മളെ സങ്കടപ്പെടുന്ന മരണമായിരിക്കാം, ചിലത് നഷ്ടമായിരിക്കാം, ചിലത് കച്ചവടത്തിൽ നഷ്ടമായിരിക്കാം, ചില തോൽവികളായിരിക്കാം. അങ്ങനെ പല നഷ്ടങ്ങളും നമുക്കുണ്ടാവാം. പക്ഷെ ഒന്നും നമ്മുടെ കൂടെ ശാശ്വതമായിട്ടുള്ളതല്ല എന്ന തിരിച്ചറിവ് എപ്പോഴും നമുക്കുണ്ടാവണം. അത് മക്കളാണെങ്കിലും ഭാര്യയാണെങ്കിലും അച്ഛനും അമ്മയും ബന്ധങ്ങളും സൗഹൃദവും ഒന്നും ശാശ്വതമല്ല. അതുകൊണ്ട് തന്നെ നഷ്ടപ്പെട്ടതിനെ കുറിച്ചോർത്ത് ഒരുപാട് ദുഃഖിക്കരുത്. മക്കൾ ഒരുപാട് മോശപ്പെട്ടവരാണെങ്കിലും അച്ഛനും അമ്മയും വല്ലാതെ ദുഃഖിക്കരുത്. കാരണം നമ്മുടെ വിശ്വാസപ്രകാരം മാതാപിതാക്കൾ മക്കൾക്ക് നൽകുന്നത് ശരീരത്തെ മാത്രമാണ്, ആത്മാവിനെയല്ല എന്നറിയണം. അവിടെ പൂർവാർജിത സംസ്കാരത്തിൽ നിന്നാണ് അത് വരുന്നത് എന്നറിയണം. അപ്പോൾ നഷ്ടപ്പെട്ടു പോയ സമയത്തെക്കുറിച്ചോർത്ത് ദുഃഖിക്കരുത് എന്ന് പറയുന്നു. അതുപോലെ നമ്മളോട് പറയുന്നു നഷ്ടപ്പെട്ടു പോയ വിശ്വാസം.
അതൊരിക്കലും തിരിച്ചെടുക്കാൻ കഴിയാത്തതാണ് എന്ന്. വിശ്വാസം എന്ന് പറയുന്നത് അന്ധമാണ്. എല്ലാ വിശ്വാസവും അന്ധമാണ്. നമുക്കൊരു തെളിവുമില്ല. നമ്മൾ ഒരാളെ സ്നേഹിക്കുന്നു, ഒരാളെ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ അവരൊരിക്കലും നമ്മളെ ചതിക്കില്ല, അവരൊരിക്കലും നമ്മുടെ വിശ്വാസത്തെ മുറിവേൽപ്പിക്കില്ല എന്നതാണ് നമ്മുടെ വിശ്വാസം. അപ്പൊ ഈ വിശ്വാസത്തിന് ഒരു പ്രാവശ്യം മുറിവേറ്റാൽ പിന്നീട് നമ്മൾ എന്ത് കൊടുത്തിട്ടും കാര്യമില്ല, അതൊരിക്കലും ഇണക്കി ചേർക്കുവാൻ കഴിയില്ല. വിശ്വാസ വഞ്ചന പല മേഖലയിലും വധശിക്ഷയാണ് എന്നറിയണം. ഇപ്പൊ ഈ അണ്ടർവേൾഡിൽ വിശ്വാസവഞ്ചന വധശിക്ഷയാണെന്നറിയണം. കാരണം അവിടെ മയക്കുമരുന്ന് ബിസിനസ്, സ്വർണത്തിന്റെ ബിസിനസ്, ഇങ്ങനെ ഇല്ലീഗലായ ബിസിനസ്സാണ് ചെയ്യുന്നത്. അവിടെ ഒരാൾ ഒറ്റ കൊടുത്തു കഴിയുമ്പോൾ ആ സിസ്റ്റം തന്നെ അവർക്ക് തകർന്നു പോകും. അത് നെഗറ്റീവ് ആണെങ്കിൽ കൂടി ആ സിസ്റ്റം തകർന്നു പോകും. അതുകൊണ്ട് ആ മേഖലയിൽ ഈ ഒറ്റുകാരന്, വഞ്ചകന്, വിശ്വാസവഞ്ചകന് വധശിക്ഷയാണ് അവിടെ കൊടുക്കുന്നത്. അപ്പം വിശ്വാസം എന്ന് പറയുന്നത് തെളിയിക്കാൻ കഴിയുന്ന ഒന്നല്ല. രണ്ട് മനസ്സുകൾ തമ്മിൽ അല്ലെങ്കിൽ സമാജത്തിൽ ഈ വിശ്വാസം നഷ്ടപ്പെടാതെ കാത്തുരക്ഷിക്കുക എന്ന് പറയുന്നത് വലിയ ടാസ്ക്കാണ്. അത് കുടുംബത്തിലാണെങ്കിലും നമ്മുടെ വ്യക്തിബന്ധങ്ങളിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും ഒരിക്കൽ വിശ്വാസവഞ്ചന വിശ്വാസം നഷ്ടപ്പെട്ടു പോയാൽ തിരിച്ചെടുക്കുവാൻ വലിയ പണിയാണ്. അങ്ങനെ വീണുപോയ വൻമരങ്ങളെയെല്ലാം നമ്മുടെ മുന്നിലുണ്ട്, നമുക്കറിയാവുന്ന കാര്യമാണ്. ഒരു കാലത്ത് സന്ദീപാനന്ദഗിരി സ്വാമികൾ നമുക്ക് ആരായിരുന്നു എന്ന് നമുക്കറിയാം. പക്ഷെ അദ്ദേഹത്തിലുള്ള വിശ്വാസം നമുക്ക് നഷ്ടപ്പെട്ടു പോയി. ഇന്ന് അദ്ദേഹത്തിന്റെ അവസ്ഥ അറിയാം. രാഹുൽ ഈശ്വർ എന്ന് പറഞ്ഞ തന്ത്രി കുടുംബത്തിലെ ആള് എത്രമാത്രം നമ്മൾ ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളായിരുന്നു എന്ന് നമുക്കറിയാം. ആ വിശ്വാസം നമുക്ക് നഷ്ടപ്പെട്ടു പോയി. അപ്പൊ അത് ഹൈന്ദവ സമൂഹത്തെ സംബന്ധിച്ചാണ് ഞാൻ ഈ ഉദാഹരണം പറഞ്ഞത്. അപ്പൊ ഈ വിശ്വാസം അത് ആരിലും നാളെ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ആ മേഖലയിൽ ഉണ്ടാകാനേ പാടില്ല. നമ്മൾ സ്കൂട്ട് ചെയ്യണം എന്ന് പറയുന്നത്. ഇപ്പോൾ സന്ദീപാനന്ദഗിരിക്കൊക്കെ പറ്റിയത് അദ്ദേഹം വിശ്വാസത്തെ നഷ്ടപ്പെടുത്തിയതിന് ശേഷം ആ ജനതയ്ക്കെതിരെ ഫൈറ്റ് ചെയ്യാൻ പരിശ്രമിച്ചു എന്നുള്ളതാണ്. അതോടുകൂടി അദ്ദേഹം ആര് സപ്പോർട്ട് ചെയ്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേന്ദ്രത്തിൽ പോയി അവരും അദ്ദേഹത്തെ കൈയൊഴിഞ്ഞു, എല്ലാവരും കൈയൊഴിഞ്ഞു. ഇന്ന് സോപാന സംഗീതജ്ഞനായ ഹരിഗോവിന്ദനും അതാണ് സംഭവിച്ചത്. യാതൊരു ആവശ്യമില്ല, അദ്ദേഹം മുസ്ലിം ലീഗിൽ പോയി ചേർന്നു. ഹൈന്ദവ സമൂഹത്തിന്റെ വിശ്വാസം നഷ്ടപ്പെട്ടു പോയി. അപ്പൊ ക്ഷേത്രങ്ങൾക്ക് കമ്മിറ്റിക്കാർ പറയുന്നു നീ സോപാനം പാടാൻ വേണ്ടി ഇങ്ങോട്ട് വരേണ്ട എന്ന്. അപ്പൊ അദ്ദേഹം എല്ലാവരെയും തെറി വിളിക്കാൻ തുടങ്ങുന്നു. കാര്യമില്ല, വിശ്വാസം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ക്ഷേത്ര കമ്മിറ്റിക്കാർ വിളിക്കില്ല. ഇതാണ് സ്വാഭാവികമായിട്ട്. അപ്പോൾ വിശ്വാസവഞ്ചന എന്ന് പറയുന്നത് വിശ്വാസം നഷ്ടപ്പെട്ടാൽ അത് തിരിച്ചെടുക്കാൻ നമുക്ക് പ്രയാസമാണ്. അതുകൊണ്ട് ഈ 5 കാര്യങ്ങൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വളരെ പ്രസക്തമാണ്. എറിഞ്ഞു കഴിഞ്ഞ കല്ല്, അതായത് നഷ്ടപ്പെട്ടു പോയ വാക്കും, വാവിട്ട വാക്കും, കൈവിട്ട ആയുധവും, നഷ്ടപ്പെടുത്തിയ അവസരം, കടന്നുപോയ സമയം, നഷ്ടപ്പെട്ട വിശ്വാസം, ഈ കാര്യങ്ങൾ ജീവിതത്തിൽ തിരിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ ഇത് വലിയ അനുഭവമാക്കി നമുക്ക് മാറ്റാൻ കഴിയും. നമ്മുടെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങൾ, നമ്മുടെ ജീവിതത്തിലുണ്ടായ തിരിച്ചടി, നമ്മുടെ പോരായ്മകൾ, നമുക്കുണ്ടായ വിശ്വാസവഞ്ചനയുടെ പ്രോബ്ലങ്ങൾ, ഇതെല്ലാം നമുക്ക് ജീവിതത്തെ രൂപപ്പെടുത്തിയെടുക്കുവാനും ജീവിതത്തിൽ അത്തരം തെറ്റുകൾ ആവർത്തിക്കാതിരിക്കുവാനും ജീവിതത്തിലെ ഈ അനുഭവങ്ങളെ നമുക്ക് പാഠമാക്കുവാനും. ഇപ്പോൾ ഉന്നത സ്ഥിതിയിലെത്തിയ ഒരു കച്ചവടക്കാരൻ്റെ ജീവചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ പരാജയത്തിൻ്റെ ഒരുപാട് കഥകൾ പറയുവാനുണ്ടാകും. ഇപ്പോൾ വിശ്വാമിത്ര മഹർഷിക്ക് ഒരുപാട് കഥകൾ പറയുവാനുണ്ട്. മേനയ്ക്കൊപ്പം പോയതിൻ്റെ കഥകൾ പറയാറുണ്ട്. എന്നിട്ട് ഹ്രി എന്ന് പറഞ്ഞാൽ അധർമാചരണത്തിൽ ലജ്ജ തോന്നി അദ്ദേഹം തിരിച്ച് വിശ്വാമിത്ര മഹർഷി എന്ന് പറയുന്ന മഹാ പൊസിഷനിലേക്ക് ഉയരുകയാണ് ചെയ്തത്. അപ്പോൾ തെറ്റുകളും കുറ്റങ്ങളും കുറവുകളൊക്കെ മനുഷ്യ സഹജമാണ്. പക്ഷെ അതിൽ നിന്ന് പാഠം പഠിച്ചുകൊണ്ട് അത് തിരുത്തി മുന്നോട്ട് പോകണമെന്ന് നമ്മുടെ ആചാര്യന്മാർ നമ്മളെ പഠിപ്പിക്കും. ഗുരുദേവന്റെ ഭാഷയിൽ പറഞ്ഞാൽ തെറ്റാണ് സംഭവിച്ചത് എന്ന് മനസ്സിലാക്കുന്നിടത്ത് പ്രായശ്ചിത്ത കർമ്മം ആരംഭിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ ചെയ്തു പോയത് തെറ്റാണ് എന്നൊരാൾ മനസ്സിലാക്കുന്നിടത്താണ് പ്രായശ്ചിത്ത കർമ്മം ആരംഭിക്കുന്നത് എന്ന് പറയുമ്പോൾ ഈ പോസ്റ്റർ നമുക്ക് ഒരുപാട് ഉപകാരപ്രദമാണ്. നന്ദി, നമസ്കാരം, വന്ദേ മാതരം.